നമസ്കാരം. വളരെ സുപ്രധാനമായ ഒരു വിഷയമായിട്ടാണ് ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത്. ഓഫ്കോഴ്സ് സ്വാഭാവികമായിട്ടും വിഴിഞ്ഞമായി ബന്ധപ്പെട്ട് കിടക്കുകയാണ്. പക്ഷെ വിഴിഞ്ഞമായി ബന്ധപ്പെട്ട് കിടക്കുകയാണെങ്കിലും ഇന്ത്യയിലെ എല്ലാ പ്രമുഖ പോർട്ടുകളുമായിട്ടും ഇതിന് ബന്ധമുണ്ട്. കാരണം നമ്മളിപ്പോൾ പലതും സ്പെക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. ഇന്ത്യയിൽ വന്ന ആ കപ്പൽ അത്രയും വലിയ കപ്പൽ വന്നു, അത് ഇന്ന പോർട്ടിൽ വന്നു, അത് അവിടെ വന്നു, ഇവിടെ വന്നു എന്നൊക്കെ പറയുന്നുണ്ട്. നമ്മൾ ശരിക്കും ഫോക്കസ് ചെയ്യേണ്ടത് ലോകത്തിലെ ഏറ്റവും വലിയ കപ്പലുകൾ നമ്മുടെ പോർട്ടിലേക്ക് വന്ന് അതൊരു വലിയ വാർത്ത ആവണമെന്നാണ്. കാരണം നമുക്ക് ഈ വലിയ വലിയ കപ്പലുകൾ വരുമ്പോൾ ഒരു ഹ്യൂജ് വാർത്തയാവും. ചെറിയ കപ്പലുകൾ വരണമെന്നല്ല, എല്ലാവരും വരണം. പക്ഷേ നമ്മൾ ആ ഒരു പോർട്ടിന് ആ ഒരു ഇനിഷ്യൽ ആ ഒരു ത്രസ്റ്റും പുള്ളൊക്കെ കിട്ടാനായിട്ട് ആ ഒരു സംഭവം നമ്മുടെ പോർട്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ വളരെ നല്ലതായിരിക്കും. അപ്പോൾ നമ്മൾ ഇന്ന് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ലോകത്തിലെ ആദ്യ 10 സ്ഥാനങ്ങളുള്ള ആ ഹ്യൂജ് ഹ്യൂമങ്കസ് ആയിട്ടുള്ള എമണ്ടൺ എന്ന് പറയുന്നില്ല, പണ്ടൊരു കപ്പലുണ്ടായിരുന്നു എമണ്ടൺ, അങ്ങനെയാണ് എംടൺ, അതാണ് പിന്നെ എമണ്ടൺ ആയിട്ടൊക്കെ വന്നത്. അപ്പോൾ അത്രയും വലിയ ഒരു കപ്പലുകളുടെ ഒരു ടോപ്പ് 10 ലിസ്റ്റാണ് നിങ്ങളിലേക്ക് നമ്മളിന്ന് എത്തിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടെയ്നർ ഷിപ്പ് എന്ന് പറയുന്നത് MSCയുടെ ഐറീന എന്ന് പറയുന്ന ഹ്യൂജ് കപ്പലാണ്. ഇതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 399.9 മീറ്റർ ആണ്. ഇതിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് 24,364 TEU ആണ്. ഇത് ബിൽഡ് ചെയ്തിരിക്കുന്ന യാർഡ് എന്ന് പറയുന്നത് ഹുഡോങ് സുവാങ് ആണ്. പ്രൊണൗൺസിയേഷൻ വ്യത്യാസം ഉണ്ടെങ്കിൽ ആരെങ്കിലും തിരുത്താം, കാരണം കറക്റ്റ് പ്രൊണൗൺസിയേഷൻ അറിയാത്തതുകൊണ്ടാണ്. അറിയാത്ത കാര്യങ്ങൾ അറിയില്ലെന്ന് പറയുന്നതല്ലേ നല്ലത്. ഇത് ഷാങ്കായ് ബേസ്ഡ് ആണ്. ഷാങ്കായ് അറിയാം, നമ്മുടെ ലോകത്തിലെ ഏറ്റവും വലിയ പോർട്ടാണ്. അപ്പോൾ ആ ഷാങ്കായ് ബേസ്ഡ് ആയിട്ടുള്ള ഷിപ്പ് യാർഡിലാണ് ഈ വലിയ കൂറ്റൻ കപ്പൽ നിർമ്മിച്ചിരിക്കുന്നത്. ഇനി രണ്ടാമതായി നിൽക്കുന്നത് MSCയുടെ തന്നെ ടെസയാണ്. MSC എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ഷിപ്പിംഗ് കമ്പനിയാണ്. അവരുടെ കപ്പലായ ഐറീനയാണ് ഒന്നാമത്, രണ്ടാമത് നിൽക്കുന്ന ടെസയാണ്. ഈ ടെസയുടെ കപ്പാസിറ്റി എന്ന് പറയുന്നത് 24,116 TEU ആണ്. അതേപോലെ തന്നെ ഇതിൻ്റെ നീളം എന്ന് പറയുന്നത് 399.9 മീറ്റർ ആണ്. ഇത് ബിൽഡ് ചെയ്തിരിക്കുന്നത് നേരത്തെ പോലെ നമ്മുടെ ഷാങ്കായിലെ ഷിപ്പ് യാർഡിൽ തന്നെയാണ്. മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് എവർ അലോട്ടിൻ്റെ എവർഗ്രീൻ ആണ്. ഇതിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് 24,004 TEU ആണ്. അതേപോലെ തന്നെ ഇതിൻ്റെ എടുത്തു പറയേണ്ട മറ്റൊരു സവിശേഷത എന്ന് പറയുന്നത് ഇതും ഷാങ്കായ് ബേസ്ഡ് ആയിട്ടുള്ള ഹുവോങ് സുഡോങ് ഷിപ്പ് യാർഡിൽ തന്നെയാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത് എവർഗ്രീൻ മറൈൻസ് ആണ്. അടുത്ത് നമുക്ക് നാലാം സ്ഥാനത്ത് നിൽക്കുന്ന കപ്പൽ ഏതാണെന്ന് നോക്കാം. HMM അൽസിറാസ് ആണ്. ഇതിന്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് 23,964 TEU ആണ്. അതുപോലെ തന്നെ നീളം എന്ന് പറയുന്നത് 399.9 മീറ്റർ ആണ്. ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത് HMM കമ്പനിയാണ്. അതുപോലെ തന്നെ ഇത് നിർമ്മിച്ചിരിക്കുന്നത് ദേവു ഷിപ്പ് ബിൽഡിംഗ് ആൻഡ് മറൈൻ എഞ്ചിനീയറിംഗ് ആണ്. ഇനി നമുക്ക് 5ാം സ്ഥാനത്ത് നിൽക്കുന്ന കപ്പൽ ഏതാണെന്ന് നോക്കാം. ഈ 5ാം സ്ഥാനത്ത് നിൽക്കുന്ന കപ്പലിനൊരു പ്രത്യേകതയുണ്ട്. നിങ്ങൾ ഈ കപ്പൽ ബിൽഡ് ചെയ്ത ആ ഒരു ഷിപ്പ് യാർഡ് അല്ലെങ്കിൽ ആ ഒരു കമ്പനിയെ നിങ്ങൾ ഓർക്കുന്നത് മറ്റൊരു ഡിവൈസ് ബിൽഡ് ചെയ്തത് കൊണ്ടായിരിക്കണം. അവർ ഫേമസ് ആ ഒരു ഫീൽഡിലാണ്. പക്ഷേ അവരുടെ ഏറ്റവും വലിയ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ഷിപ്പിംഗ് മേഖലയിലാണ്. മറ്റാരും അത് സാംസങ് ആണ്. സാംസങ്ങിൻ്റെ ബിൽഡ് ചെയ്ത ഈ ഒരു കപ്പൽ ഏകദേശം 23,756 TEU ശേഷിയുള്ളതാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ നീളം എന്ന് പറയുന്നത് 399.9 മീറ്റർ നീളമാണ്. ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത് MSC തന്നെയാണ്. ഇതിൻ്റെ പേര് MSC ഗൾസൺ എന്നാണ്. ഇത് ഓപ്പറേറ്റ് ചെയ്യുന്ന കമ്പനി നമുക്കറിയാം, മെഡിറ്ററേനിയൻ സീ കമ്പനിയാണ്. നമ്മൾ MSC എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ആ ലോകത്തിൻ്റെ മെഗാ ഷിപ്പിംഗ്. അടുത്ത് 6ാം സ്ഥാനത്ത് ആരാണെന്ന് നമുക്ക് നോക്കാം. ഇനി പറയാൻ പോകുന്ന കപ്പലിനൊരു പ്രത്യേകത ഉണ്ട്. ഇത് ഈ ഇടയ്ക്ക് വാർത്തകൾ നിറഞ്ഞു നിന്നതാണ്. ഇത് നമ്മുടെ ഇന്ത്യയുടെ ഒരു പോർട്ടിൽ വന്നിട്ടുണ്ട്. ഏത് പോർട്ടാണെന്ന് നിങ്ങൾ ഗസ് ചെയ്യുക. 6ാം സ്ഥാനത്തുള്ളത് MSCയുടെ തന്നെ മിനയാണ്. 23,656 TEU ആണ് ഇതിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന് ടോപ്പായിട്ടുള്ള മറ്റു കപ്പലുകളെക്കാളും 0.1 കുറവാണ്. 399.8 ആണ് ഇതിൻ്റെ നീളം എന്ന് പറയുന്നത്. ഇത് ബിൽഡ് ചെയ്തിരിക്കുന്നത് ദേവു ഷിപ്പ് ബിൽഡിംഗ് ആൻഡ് മറൈൻ എഞ്ചിനീയറിംഗ് ആണ്. അടുത്ത 7ാം സ്ഥാനത്ത് ആരാണെന്ന് നോക്കാം. CMA CGM ജാക്കുസാഡി. ഇതിൻ്റെ നീളം എന്ന് പറയുന്നത് 399.9 മീറ്റർ ആണ്. ഇതിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് 23,112 TEU ആണ്. അതുപോലെ തന്നെ
ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത് CMA CGM ആണ്. അതുപോലെ തന്നെ ഇത് ബിൽഡ് ചെയ്തിരിക്കുന്നത് നമ്മുടെ അയൽ രാജ്യമായിട്ടുള്ള ചൈനയാണ്, ചൈന ഷിപ്പ് ബിൽഡിംഗ് കോർപ്പറേഷൻ. അടുത്തതായിട്ട് 8ാം സ്ഥാനം അലങ്കരിക്കുന്നത് ആരാണെന്ന് നോക്കാം. സാംസങ് ഹെവി ഇൻഡസ്ട്രീസിന്റെ മറ്റൊരു കപ്പലാണ് 8ാം സ്ഥാനത്തുള്ളത്. OOCL ഹോങ്കോങ് എന്ന് പറയുന്ന കപ്പലാണ്. 399.9 മീറ്റർ ആണ് ഇതിന്റെ നീളം എന്ന് പറയുന്നത്. ഇതിന്റെ ഓപ്പറേറ്റർ എന്ന് പറയുന്നത് ഓറിയന്റ് ഓവർസീസ് കണ്ടെയ്നർ ലൈൻ ആണ്. ഇതിന്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് 21,413 TEU ആണ്. ഇനി അടുത്ത് നമുക്ക് 9ാം സ്ഥാനത്ത് ആരാണെന്ന് നോക്കാം. കോസ്കോ ഷിപ്പിംഗ് യൂണിവേഴ്സ്. ഇതിന്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് 21,237 TEU ആണ്. അതുപോലെ തന്നെ ഇതിന്റെ നീളം എന്ന് പറയുന്നത് 400 മീറ്റർ ആണ്. അതുപോലെ തന്നെ ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത് കോസ്കോ ഷിപ്പിംഗ് ലൈൻ ആണ്. ഇത് ബിൽഡ് ചെയ്തിരിക്കുന്നത് ഷാങ്കി വൈഗോക്യോ ഷിപ്പ് ബിൽഡിംഗ് ആണ്. ഇതിന്റെ പ്രൊനൗൺസിയേഷൻ ചിലപ്പോൾ തെറ്റായിരിക്കാം, ചൈനീസ് പേര് പോലെയൊക്കെ തോന്നുന്നുണ്ട്. ഇതാണ് നമ്മുടെ 9ാം സ്ഥാനത്തുള്ള കപ്പൽ എന്ന് പറയുന്നത്. ഇനി അവസാനത്തെ 10ാം സ്ഥാനത്തിരിക്കുന്ന കപ്പൽ ഏതാണെന്ന് നമുക്ക് നോക്കാം. CMA CGM ആന്റോണിയോ ഡി സെയിന്റ് എക്സ്യൂബറിയുടെ കപ്പലാണ്. ഇതിന്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് 20,954 TEU ആണ്. അതുപോലെ ഇതിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 400 മീറ്റർ ആണ്. ഇതിന്റെ ഓപ്പറേറ്റർ എന്ന് പറയുന്നത് CMA CGM ആണ്. അതുപോലെ തന്നെ ഇത് ബിൽഡ് ചെയ്തിരിക്കുന്നത് ഹാൻജിൻ ഹെവി ഇൻഡസ്ട്രീസ് ആൻഡ് കൺസ്ട്രക്ഷൻസ് ആണ്. അപ്പോൾ നിങ്ങൾ ഇത്രയും നേരം കേട്ടത് ലോകത്തിലെ പ്രമുഖമായിട്ടുള്ള കപ്പൽ കമ്പനികളാണ്, അതുപോലെ തന്നെ കപ്പലുകളാണ്. ഇതെല്ലാം ഐക്കോണിക് ആയിട്ടുള്ള ഷിപ്സ് ആണ്. നമുക്ക് ഈ ഷിപ്പ് സ്പോട്ട് ചെയ്യുന്നവരറിയാം, അവരുടെ എല്ലാം ലൈഫ് ടൈമിലേക്ക് വലിയ ആഗ്രഹമായിരിക്കും ഈ ഷിപ്പുകളൊന്ന് സ്പോട്ട് ചെയ്യണമെന്ന്. അതുപോലെ തന്നെ ഓരോ പോർട്ടിൻ്റെ ആഗ്രഹമാണ് ഈ കപ്പലുകൾ നമ്മുടെ പോർട്ടിലേക്ക് വന്നിരുന്നെങ്കിൽ, നമ്മളെ പോർട്ടിൽ വന്നിരുന്നെങ്കിൽ എന്ന് പറയുമ്പോൾ ഈ കപ്പലുകൾ കൊണ്ടുവരുന്നത്, ഈ കപ്പലിൽ വരുന്ന ബിസിനസ്സും മറ്റ് ബിസിനസ്സുകളും അതുപോലെ തന്നെ മറ്റ് കമ്പനികളും നമ്മുടെ പോർട്ടിലേക്ക് ആകർഷിക്കപ്പെടുകയും അതുപോലെ തന്നെ അതിലൂടെ നമുക്ക് ആ പോർട്ടിൻ്റെ പ്രശസ്തി വാനോളം ഉയരുകയും അതിലൂടെ നമുക്ക് ഒരു പബ്ലിസിറ്റി കിട്ടുകയും നമ്മുടെ പോർട്ട് മുന്നോട്ട് കുതിച്ചു പോവുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഭീമാകരമായ കപ്പലുകൾ നമ്മുടെ നാട്ടിലേക്ക് വരട്ടെ. അതുപോലെ തന്നെ നമ്മുടെ പോർട്ട് എത്രയും പെട്ടെന്ന് വളരേണ്ടതായിട്ടുണ്ട്. നമ്മുടെ വിഴിഞ്ഞം പോർട്ടിൻ്റെ വളർച്ചയാണ് നമ്മുടെ ലക്ഷ്യം. ഭാരതത്തിൻ്റെ വളർച്ച, കേരളത്തിൻ്റെ വളർച്ച, തിരുവനന്തപുരത്തിൻ്റെ വളർച്ച, എല്ലായിടത്തെയും വളർച്ച, ഒരു ഓവറോൾ ഡെവലപ്മെൻറ്റ്, അത് എത്രയും പെട്ടെന്ന് സാധ്യമാക്കട്ടെ. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയമായി വരുന്നവരെ ഞാൻ ഷിബു സലിഹ, എന്നോടൊപ്പം പ്രണസ്രാജ് നിർത്തുന്നു. നന്ദി, നമസ്കാരം. കീപ് വാച്ചിങ് ക്രസ് കേരള.